ഉദ്യോഗസ്ഥരടക്കം നിരാമയയുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരടക്കം നിൽക്കുന്ന പടവുമുണ്ട്. ഇതാരും രാജീവ് ചന്ദ്രശേഖർ ഞാൻ ഈ പറയുന്ന കാര്യം നിഷേധിച്ചിട്ടില്ല, EP ജയരാജൻ നിഷേധിച്ചിട്ടില്ല. EP ജയരാജൻ പറയുന്നത് ഞാനും രാജീവ് ചന്ദ്രശേഖരനും കൂടി കണ്ടിട്ടില്ല എന്നാണ്. രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല എന്ന്. ഇവർ തമ്മിൽ കൂടിയാലോചന നടത്തിയെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ അവരുടെ രണ്ടുപേരുടെയും സ്ഥാപനങ്ങൾ തമ്മിൽ എഗ്രിമെന്റ് ഉണ്ട്. ആ എഗ്രിമെന്റിന്റെ ഭാഗമായിട്ടാണ് ഈ രണ്ടും ഒരു സ്ഥാപനമായി മാറിയത്. ഇപ്പോൾ നിരാമയ വൈദേകം റിസോർട്ട് എന്നാണ്. അപ്പൊ CPM BJP എന്ന് പറയണ പോലെ ആയി അത്. അതാണ് തെളിവ്. നീ കൂടുതൽ വേണമെങ്കിൽ കേസ് കൊടുത്തോ, ഞാൻ കോടതിയിൽ ഹാജരാക്കിക്കോളാം. എനിക്കെതിരെ കേസ് കൊടുത്തോ, ഞാൻ വെല്ലുവിളിക്കുന്നത് എനിക്കെതിരെ കേസ് കൊടുത്തോ, ഞാൻ കോടതിയിൽ കൊണ്ടുവന്ന് മുഴുവൻ രേഖകളും ഞാൻ ഹാജരാക്കാം. ഞാൻ പറഞ്ഞത് എന്താണ്? ഞാൻ പറഞ്ഞത് കേരളത്തിലെ LDF കൺവീനർ, CPM കേന്ദ്ര കമ്മിറ്റി അംഗം, അദ്ദേഹവുമായിട്ട് ബന്ധമുള്ള സ്ഥാപനവും BJPയുടെ കേന്ദ്രമന്ത്രി, തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി, ഇവർ രണ്ടുപേരുടെയും സ്ഥാപനങ്ങൾ തമ്മിൽ ഒരു മാനേജ്മെന്റ് കോൺട്രാക്ട് ഉണ്ടാക്കി ഒരു പാർട്ട്ണർഷിപ്പ് പോലെ ഒരുമിച്ചാണ് ബിസിനസ് നടത്തുന്നത്. അതാരെങ്കിലും ചോദ്യം ചെയ്യുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് അതല്ലേ ആദ്യം മുതൽ അല്ലേ? അപ്പോൾ ആ തലത്തിലേക്ക് ബന്ധം മാറി. പിന്നെ അവിടെ ഇൻകം ടാക്സ് റെയ്ഡ് നടന്നു, ED പരിശോധന നടന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഈ സെറ്റിൽമെന്റ് ഇവർ തമ്മിൽ ഉണ്ടായത്. ഇത് യാഥാർത്ഥ്യമല്ലേ? ഇത് ആർക്കാണ് നിഷേധിക്കാൻ പറ്റുന്നത്? അപ്പം നിഷേധിക്കുന്നില്ല, അദ്ദേഹം നിഷേധിക്കട്ടെ. നിരാമയ റിസോർട്ട് എന്ന് പറയുന്ന സ്ഥാപനം അദ്ദേഹത്തിന്റെ അല്ല എന്ന് അദ്ദേഹം പറയട്ടെ. രാജീവ് ചന്ദ്രശേഖർ അല്ല, അതെല്ലാവരും എല്ലാ പാർട്ടി. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, BJPയുടെ എത്ര നേതാക്കൾ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ കോൺഗ്രസിൽ ചേർന്നു? എത്ര പേര് ചേർന്നു? ഇപ്പൊ തെലങ്കാനയിൽ ഇത്രയും വർഷം ഭരണത്തിൽ ഇരുന്നിരുന്ന BRSൽ നിന്ന് ഇന്നലെയും ഒരു MP MLA കോൺഗ്രസിൽ ചേർന്നു. ഹരിയാനയിൽ നിന്ന് BJP ഭരിക്കുന്ന സംസ്ഥാനത്ത് നിന്ന് BJP നേതാക്കൾ കോൺഗ്രസിൽ ചേർന്നു. ഇതൊക്കെ തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ പല ആളുകളും, ചില ആളുകൾ സ്ഥിരമായി ഇങ്ങനെ പാർട്ടി വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന ആളുകളുണ്ട്. അത്രയും അതിന്റെ അപ്പുറത്തേക്ക് എന്താണ്? അപ്പൊ അവര് പലരെയും സമീപിച്ചു കാണും. അതാണല്ലോ BJPയുടെ ഒരു രീതി. പിന്നെ ഒരു അന്വേഷണം ഇല്ല. അതെങ്ങനെ? രാജീവ് ചന്ദ്രശേഖരന്റെ കൂടി ഉടമസ്ഥയിലുള്ള സ്ഥാപനത്തിൽ കയറാൻ ED മുട്ടുവരയ്ക്കും. ED പിന്നെ നിർത്തി, ED ഇൻകം ടാക്സ് ഒക്കെ പിന്നെ നിർത്തി. അപ്പൊ EP ജയരാജൻ ബുദ്ധിപൂർവമായ, അദ്ദേഹത്തിന് അഡ്വൈസർ ആയിരിക്കാൻ പറ്റിയ ഒരാളെ EDയും വന്ന ITയും വന്ന പുള്ളി എങ്ങനെ ഇത് മുമ്പോട്ട് കൊണ്ടുപോകണം? അപ്പൊ അദ്ദേഹം ബുദ്ധിപൂർവമായ ഒരു ഇടപെടൽ നടത്തി ഒരുമിച്ച്. നമ്മളിത് പറയാനുള്ള സാഹചര്യം എന്താ ഉണ്ടായത്? കേരളത്തിൽ BJP ഒരുപാട് സ്ഥലത്ത് 2ാം സ്ഥാനത്ത് വരും എന്ന് കേരളത്തിലെ LDFന്റെ കൺവീനർ പറയാണ്. പിന്നെ തിരുവനന്തപുരത്തെയും ആറ്റിങ്ങലിലെയും തൃശ്ശൂരിലെയും ഉൾപ്പെടെയുള്ള BJPയുടെ സ്ഥാനാർത്ഥികൾ നല്ല ബെസ്റ്റ് സ്ഥാനാർത്ഥികളാണ് എന്ന് LDF കൺവീനർ പറയാണ്. സുരേന്ദ്രൻ പോലും പറഞ്ഞിട്ടില്ല, സുരേന്ദ്രൻ പോലും പറഞ്ഞിട്ടില്ല, BJP നേതാക്കൾ പോലും പറഞ്ഞിട്ടില്ല ഇത്രയും ബെസ്റ്റാണ്. അതിനേക്കാൾ ബെസ്റ്റാണെന്ന് കേരളത്തിലെ LDF കൺവീനർ, CPM കേന്ദ്ര കമ്മിറ്റി അംഗം പറയാണ്. ഞാൻ പറയുന്നത് അദ്ദേഹം പാവമാണ്. അദ്ദേഹത്തെ കൊണ്ട് പിണറായി വിജയൻ പറയിപ്പിക്കുകയാണ്. BJPയെ സന്തോഷിപ്പിക്കാൻ, BJPയെ സുഖിപ്പിക്കാൻ പിണറായി വിജയൻ ഈ പാവത്തിനെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. അല്ല അതുകൊണ്ടാണല്ലോ ഞാൻ ചോദിക്കട്ടെ, അവിടുത്തെ അക്കൗണ്ടൊന്നും തുറക്കാൻ പോകുന്നില്ല, അവിടെ നല്ല സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട്, UDF സ്ഥാനാർത്ഥി ജയിക്കും. പക്ഷെ അവിടെ നടക്കുന്നത് നിങ്ങൾ അറിയണം. എവിടെ പോയി കരുവന്നൂരിലെ ED അന്വേഷണം? എവിടെ പോയി? ഇപ്പർസിയും എന്ന് പറഞ്ഞുകൊണ്ട് മൊഴിയെടുപ്പിച്ചല്ലോ നിരവധി CPM നേതാക്കളെ. അവരെ എല്ലാം വിരട്ടി നിർത്തിയിരിക്കുകയാണ് EDയെ കൊണ്ട്. വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നോക്കാം നമുക്ക്. BJPയും CPM കൂടി ഒരുമിച്ച് കൂടിയാലും തൃശ്ശൂർ ഞങ്ങൾ ചെയ്യും. ഒരു സ്ഥലത്തും കേരളത്തിൽ ഒരു സ്ഥലത്തും BJP അക്കൗണ്ട് തുറക്കില്ല. 2ാം സ്ഥാനത്ത് പോലും BJP വരില്ല എന്നാണ് ഞങ്ങളുടെ കണക്കൂട്ടൽ. 2ാം സ്ഥാനത്ത് പോലും കേരളത്തിൽ BJPക്ക് ഒരു സ്പേസും ഇല്ല. സ്പേസ് ഉണ്ടാക്കാനാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നത്. അദ്ദേഹത്തിന് പേടിയാണ്. മാസപ്പടി കേസിലെ അന്വേഷണത്തെ, SNC ലാവലിംഗ് കേസിലെ അന്വേഷണത്തെ ഒക്കെ പിണറായി വിജയൻ ഭയപ്പെടുന്നതുകൊണ്ട് BJPയെ പേടിച്ചാണ് നിൽക്കുന്നത് ഈ ഇലക്ഷനിൽ. അതുകൊണ്ട് BJPക്ക് സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി CPMഉം പിണറായി വിജയനും ശ്രമിക്കുകയാണ്. ഞങ്ങൾ ആ സ്പേസ് ഉണ്ടാക്കില്ല കേരളത്തിൽ. നടന്ന സമ്മേളനത്തിൽ CPM CPI വിട്ടുനിന്നു. കേരളത്തിൽ രാഹുൽ ഗാന്ധിയും
അതുപോലെ KC വേണുഗോപാൽ മത്സരിക്കുന്നതിനുള്ള പ്രതിഷേധമൊക്കെയാണ് പറയുന്നത്. ഈ നിലപാടിനോട് അങ്ങയുടെ അല്ല, ആ പ്രതിഷേധം ഉണ്ടെങ്കിൽ കോൺഗ്രസ് മുന്നണിയിലാണ് CPM-ന്റെ 2 സ്ഥാനാർത്ഥികൾ തമിഴ്നാട്ടിൽ മത്സരിക്കുന്നത്. കോൺഗ്രസ് ഉള്ള മുന്നണിയിൽ ഞങ്ങൾ മത്സരിക്കില്ല എന്ന് പറഞ്ഞ് CPM-ന്റെ 2 സ്ഥാനാർത്ഥികളെ തമിഴ്നാട്ടിൽ പിൻവലിക്കാൻ തയ്യാറുണ്ടോ CPM? ഞങ്ങളുടെ ഇവര് മത്സരിക്കുന്നതിൽ പ്രതിഷേധിച്ച് ഞങ്ങളുടെ ജാഥയിൽ വരില്ല, ഓക്കെ. പക്ഷേ ഞങ്ങളുടെ മുന്നണിയിൽ 2 CPM-കാർ മത്സരിക്കുന്നുണ്ട്. അവരുടെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുക. ഞാൻ ചോദിക്കട്ടെ, CPM എത്ര അടുത്ത് മത്സരിക്കുന്നുണ്ട് കേരളത്തിൽ, ഇന്ത്യയിൽ എത്ര അടുത്ത് മത്സരിക്കുന്നു? വിരലിലെണ്ണിക്കാവുന്ന സ്ഥലത്തല്ലേ മത്സരിക്കുന്നുള്ളൂ. ബംഗാളിലൊക്കെ മത്സരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? 4ാമത്തെ 5ാമത്തെ സ്ഥാനത്താണ് മത്സരിച്ചിട്ട്. ആകെ എത്ര സ്ഥലത്തും മത്സരിക്കുന്നുണ്ട്. അത് ഇവരെയാണോ നരേന്ദ്രമോദി താഴെ ഇറക്കാൻ പോകുന്നത്? ചുമ്മാ വെറുതെ പറയാം.